ഈ ഒരു സ്ഥലം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. ഞാനുള്ളത് ദേര ഗോൾഡ് സൂക്കിലാണ്. ഈ ബെഞ്ച് എനിക്കൊരു മറക്കാൻ പറ്റാത്തതാണ്. ഞാൻ 2 വട്ടം ഞാൻ ഈ മക്കളൊക്കെ ആയിട്ട് വന്നപ്പോൾ, അല്ലേ വൈഫൊക്കെ ഉണ്ട്, മക്കളൊക്കെ ആയിട്ട് വന്ന് ഈ സ്ഥലം ഞാൻ കാണിച്ചു കൊടുത്ത്. ഈ സ്ഥലം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ സാധ്യത തേടി 25 വർഷം മുമ്പ്, 23 വർഷം മുമ്പാന്ന് തോന്നുന്നു, 20 വർഷം എന്തായാലും എബോ ആയിട്ടുണ്ട്. ആ വർഷം മുമ്പ് ഞാൻ നേരെ ഇവിടെ വിസിറ്റിംഗ് വിസ എടുത്ത് നേരെ ഇങ്ങോട്ട് വരികയാണ്. കാരണം ദേര ഗോൾഡ് സൂക്ക്, ദേരയിൽ വന്നാൽ എന്തെങ്കിലും തൊഴിൽ സാധ്യത ഉണ്ടാവും എന്നുള്ള കരുതിയാണ് അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഇവിടെ വന്നത്. ക്യാപിറ്റലല്ല, ഇവിടെ എല്ലാവരും കൂടുന്ന ഒരു സ്ഥലമായിട്ട് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഞാൻ നേരെ വിസിറ്റ് എടുത്താണ് വന്നത്. അപ്പോൾ നേരെ പെട്ടിയുണ്ട് എൻ്റെ കയ്യിൽ. പെട്ടിയും വലിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് വിഷമിച്ചിരിക്കുകയാണ്. ആരുമില്ല, എങ്ങോട്ട് പോകണമെന്നറിയില്ല. ബെഡ് സ്പേസ് അവിടെ ഒരു ടെലിഫോൺ ബൂത്തുണ്ട്. ടെലിഫോൺ ഇങ്ങനെ കാർഡിട്ട് വിളിക്കുന്ന ടെലിഫോണുണ്ട്. അതിൻ്റെ പുറത്ത് റൂം ബെഡ് സ്പേസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ട്. ഞാൻ കാർഡ് മേടിച്ചിട്ട് കുറേ സ്ഥലത്ത് ഞാൻ വിളിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദിക്കാരൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല, കുറേ പേരൊക്കെ വിളിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല, കാര്യങ്ങളില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാനിവിടെ നിന്ന് പിന്നെ കുറേ വിളിച്ചിട്ട് എനിക്ക് അവരെ ഭാഷകളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെയും വിഷമിച്ച് ഇവിടെ ഇരുന്നിട്ട്, ഇപ്പോൾ ഇവിടെയുള്ള കടക്കാരൊക്കെ എല്ലാം അടച്ചു പോവുകയാണ്. ഞാനപ്പോൾ ആലോചിക്കുകയാണ്, ഒരു പാർക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കിടക്കാം ഇന്നത്തെ ദിവസം. ആ ചിന്തയിൽ പാർക്കിലാണെങ്കിലും കിടക്കാം എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് അതൊരു പയ്യന് കട അടച്ചിട്ട് വരികയാണ്. ഒരു മലപ്പുറംകാരനാണെന്നുള്ള വിശ്വാസമാണ് അന്ന് വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഓർമ്മയില്ല. ആളോട് ഞാൻ ചോദിച്ചു, എനിക്കിവിടെ ഒരു ബെഡ് സ്പേസ് കാര്യങ്ങളോ ഉണ്ടോ, എനിക്ക് താമസിക്കാനായിട്ട് പൈസ കൊടുക്കാം, ആ ഒരു രീതിയിൽ ചോദിച്ചായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോയി ഇന്നത്തെ ദിവസം കാണാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത്രയും രാത്രിയായി. പുള്ളിക്ക് എൻ്റെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലായി, ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണെന്നുള്ള അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എൻ്റെ മുഖഭാവം കണ്ടപ്പോഴൊക്കെ മനസ്സിലായി ഞാൻ ആകെ ഈ ഒരു കൊലമല്ല, ചെറിയൊരു ഇതായിട്ടാണ്. ഒരു പെട്ടിയുണ്ട്, ആ എയർപോർട്ടിൻ്റെ സ്ലിപ്പ് കൊണ്ട് നേരെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ആൾ പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോരി, ഇന്ന് ദിവസം അവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി. 1-2 ദിവസം തോന്നുന്നു. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നൈഫൊക്കെയാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്ഥലമൊക്കെ പിടുത്തം കിട്ടി. നൈഫിലാണെന്ന് തോന്നുന്നു. നൈഫ് ആ സൈഡിലൊരു വില്ല പോലത്തെ ഒരു റൂമിൽ അന്നത്തെ ദിവസം കൊണ്ട് താമസിപ്പിക്കുകയും ചെയ്തത്. ആ കാര്യം എൻ്റെ മക്കളെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇടയ്ക്കിടയ്ക്കൊക്കെ വരാറുണ്ട്. എൻ്റെ മക്കളെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സ്ഥലത്ത് വന്ന് വിഷമിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. കാര്യം എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മക്കളെയും കൂടി ഒന്ന് കാണിക്കണമല്ലോ, അതിനെ ഞാൻ ഇതാക്കിയതാണ്. എന്തായാലും അൽഹംദുലില്ലാ, ദൈവത്തിന് സ്തുതി, ഇത്ര എത്തിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഈ കാര്യങ്ങൾ പറയായിരുന്നു. അല്ലെ തസ്നി അവിടെ ഇരിപ്പുണ്ട്, കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായി ഒന്നും പറയാനില്ല, ആളവിടെ ഇരിക്കുകയായിരുന്നു. ഞാനപ്പോൾ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വലിയ സക്സസ് ആയി അല്ലെങ്കിൽ വലിയ ആളായെന്നുള്ളതല്ല, ഇത്ര എത്തിച്ചു തന്നു. നമ്മൾ എന്താ പറയണ, ഇത്ര എത്തിച്ചു തന്നതിന് കാര്യം സീറോയിൽ നിന്ന് ഇവിടം വരെ എത്തിയതിൽ അൽഹംദുലില്ലാ. ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്ന എൻ്റെ കഥ. പിന്നൊരു ദിവസം ബാക്കിയുള്ള കഥകൾ പറയാം. ഓക്കെ, ബൈ.